ഹലോ വെൽക്കം ടു ദ സ്റ്റുഡൻറ് ജേർണൽ അൺഎഡിറ്റഡ്. അങ്ങനെ നമ്മൾ 2023 ലാസ്റ്റ് വീക്കിൽ എത്തി നിൽക്കുകയാണ്. ഈ വർഷം നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് പ്രോപ്പറായി ഗോൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാക്കാം. അപ്പോൾ 2023 ഗോൾ സെറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്സ് ഒക്കെ റെക്ടിഫൈ ചെയ്ത് 2024 റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്താലോ? ഗോൾ സെറ്റിംഗ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് കേട്ടോ. 2024 ആയി, ഇനി ന്യൂ ഇയർ ഗോൾസൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഗോൾസ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. ഗോൾ സെറ്റിംഗ് പ്രോസസ്സ് വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ വേണം ചെയ്യാൻ. മൈൻഡ് വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇനി ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് കപ്പ് ഓഫ് ഡ്രിങ്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് റിവ്യൂ ദ കറണ്ട് ഇയർ. ഈ ഒരു സ്റ്റെപ്പിൽ കറണ്ട് ഇയറിനെ റിവ്യൂ ചെയ്യുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇവിടെ നമ്മൾ 2023 അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഗോൾസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എന്തുകൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് നോക്കുന്നു. എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നു എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് വലിച്ചതെന്നും നോക്കുന്നു. ഇങ്ങനെ റിവ്യൂ ചെയ്യുമ്പോൾ ഈ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും. വിഷ്വലൈസേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ഈ സ്റ്റെപ്പിൽ 5 ഇയേഴ്സ് മുമ്പോട്ടുള്ള നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്ന് വിഷ്വലൈസ് ചെയ്യുകയാണ്. നമ്മുടെ ഡ്രീം ലൈഫ് ഇമാജിൻ ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിലെ ഓരോരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. 5 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മുടെ ഏജ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്, പിന്നെ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ വളരെ പ്രോപ്പർ ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യണം. പിന്നീട് ഇത് ഓരോന്നോരോന്നായിട്ട് പേപ്പറിലേക്ക് എഴുതുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ടിയിട്ട് എഴുതാൻ, ഒരു ഡീറ്റെയിൽസ് പോലും വിട്ട് കളയരുത്. ഇനി ഈ ഡ്രീം ലൈഫ്, അതായത് 5 ഇയർ ഗോളിനെ 1 ഇയർ ഗോളായി ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. അതായത് 2029 നമ്മൾ കണ്ട ഡ്രീം ലൈഫ് എന്താണ്, അതിനെ 2024 ഗോൾസായിട്ട് ഫിഗർ ഔട്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ 2024 ഗോൾസിനെ പറ്റി നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഫോർ എക്സാമ്പിൾ 2029 നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നാണ് നമ്മുടെ ഗോൾ. അപ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്നു. വെയിറ്റ് ലോസ് ചെയ്യുവാണോ വെയിറ്റ് ഗെയിൻ ചെയ്യുകയാണോ വേണ്ടത്. ഇനി വെയിറ്റ് ലോസ് ചെയ്യുവാണെങ്കിൽ എത്ര kgs നമ്മൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 5 ഇയർ ഗോളിനെ 1 ഇയർ ഗോളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അടുത്തതാണ് സെറ്റ് 1 to 3 ബിഗ് സ്മാർട്ട് ഗോൾസ്. ഇനി 1 to 3 ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യണം. ഈ ഗോൾസ് സ്മാർട്ട് ഗോൾസ് ആയിരിക്കണം. സ്മാർട്ട് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ സ്പെസിഫിക് ആയിരിക്കണം. അതായത് നമ്മുടെ ഗോൾ വെയിറ്റ് ലൂസ് ചെയ്യുക എന്നതാണെങ്കിൽ എത്ര kgs ഓഫ് വെയിറ്റ് ലൂസ് ചെയ്യണം എന്ന് കൂടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഔട്ട്കം സ്പെസിഫിക് ആയിരിക്കും. മെഷറബിൾ, ഗോൾ മെഷറബിൾ ആയിരിക്കണം. ഇവിടെ വെറുതെ ലൂസ് വെയിറ്റ് എന്ന് പറയുന്നതിന് പകരം 10 kgs നമ്മൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ, അതായത് മെഷറബിൾ ആണെങ്കിൽ, നമ്മുടെ ഗോൾസും അതുപോലെ ആക്യുറേറ്റ് ആയിരിക്കും. അച്ചീവബിൾ, നമുക്കൊരു ഇയറിൽ അച്ചീവ് ചെയ്യാൻ കഴിയുന്നതിലും ഓവറായിട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കറണ്ട് സർക്കംസ്റ്റൻസസ് നോക്കിയിട്ട് വേണം ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിലവൻറ്റ്, ഈ ഒരു ഗോൾസ് നമ്മുടെ ലോങ് ടേം ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. ടൈം ബൗണ്ട്, ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കണം. ഇത് കറക്റ്റ് ടൈമിൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് മോട്ടിവേറ്റ് ചെയ്യും. അടുത്തതാണ് സെറ്റ് ക്വാർട്ടർലി ഗോൾസ്. ഈ ഒരു 1 ഇയർ ഗോൾസിനെ ക്വാർട്ടർലി ഗോൾസായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം. അതായത് ഗോൾസിനെ 4 സ്റ്റെപ്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇയർ എൻഡിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഈ ഓരോ സ്റ്റെപ്പിനെയാണ് ക്വാർട്ടർലി ഗോൾസ് എന്ന് പറയുന്നത്. ഇനി ഈ ക്വാർട്ടർലി ഗോളിനെ 3 മന്തിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുക. പിന്നീട് മന്ത്ലി ഗോൾസിനെ 4 ഡിവൈഡ് ചെയ്ത് മിനി വീക്കിലി ഗോൾസും ആക്കുക. ഫോർ എക്സാമ്പിൾ 2024 10 kgs വെയിറ്റ് ലൂസ് ചെയ്യണം. അതിനെ നമ്മൾ ആദ്യം ക്വാർട്ടർലി ഗോൾസാക്കി ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് ക്വാർട്ടറിൽ 3 kgs, പിന്നെ 2 kgs, 2 kgs, പിന്നെ 3 kgs. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ 3 kgs ലൂസ് ചെയ്യണമെന്നാണ്. അതിനെ വീണ്ടും നമ്മൾ 3 മന്തിലേക്ക് ഡിവൈഡ് ചെയ്യുക. പിന്നീട് മന്ത്ലി ഗോൾസിനെ 4 ഡിവൈഡ് ചെയ്ത് മിനി വീക്കിലി ഗോൾസ് ആക്കുക. ഫോർ എക്സാമ്പിൾ 2024 10 kgs വെയിറ്റ് ലൂസ് ചെയ്യണമെങ്കിൽ ഈ 10 kgsനെ ക്വാർട്ടർലി ഗോൾസ് ആക്കി ഡിവൈഡ് ചെയ്ത് വീണ്ടും അതിനെ മന്ത്ലി ഗോൾസ് ആക്കുക.
മന്ത്ലി ഗോൾസ് ആക്കി കഴിയുമ്പോൾ പിന്നീട് നമ്മളതിനെ മിനി വീക്ക്ലി ഗോൾസ് ആക്കുക. വീക്ക്ലി ഗോൾസ് എന്ന് പറയുന്നത് ഡെയിലി ആക്ഷനബിൾ സ്റ്റെപ്സ് ആയിരിക്കണം. അതായത് ഈ ഡെയിലി ആക്ഷനബിൾ സ്റ്റെപ്സ് ആയിരിക്കണം നമ്മളെ അൾട്ടിമേറ്റ്ലി ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടതെന്നായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.